ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ ഒന്നാമത്തെ സീസണിലെ 6ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത് ഉപകാരമായിരിക്കും. ഇതോടൊപ്പം തന്നെ സെക്കൻഡ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിലും ഇടയ്ക്ക് ഞാൻ മൂവീസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 1888 കാലഘട്ടമാണ്. സക്രിയ വെബ് അയാളുടെ പരീക്ഷണശാലയിൽ ഒരു ടൈം മെഷീൻ കണ്ടുപിടിക്കുന്നതിന്റെ തിരക്കിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ടോഡും ഡെറിക്കും കൂടി ഒരു മെഷീൻ കണ്ടുപിടിച്ചില്ലേ? അത് അൺലിമിറ്റഡ് എനർജി മെഷീൻ അല്ലായിരുന്നു, അതൊരു ടൈം ട്രാവൽ മെഷീൻ ആയിരുന്നു. ആ ഒരു മെഷീൻ തന്നെയാണ് സക്രിയ വെബ് ഇവിടെ ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു തത്തയെ വെച്ചാണ് പരീക്ഷണം നടത്തുന്നത്. അതിനെ ഒരു കേജിന്റെ ഉള്ളിലാക്കി ആ മെഷീനിൽ നിന്ന് തത്തയുടെ ശരീരത്തിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നു. ആ തത്തയെ ടൈം ട്രാവൽ ചെയ്യിപ്പിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ റിസൾട്ട് ഉണ്ടായില്ല. ആ തത്ത അവിടെ വെച്ച് തന്നെ മരിച്ചു പോകുന്നു. കേജ് തുറന്ന ഉടനെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഇലക്ട്രിസിറ്റി സക്രിയ വെബിന്റെ സൈഡിലൂടെ കടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു തത്തയുടെ ആത്മാവും കടന്നു പോകുന്നുണ്ട്. എന്നാൽ സക്രിയ വെബ് അത് കാണുന്നില്ല എന്ന് നമുക്ക് സക്രിയ വെബിന്റെ മുഖഭാവത്തു നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ആ തത്തയെ അടക്കം ചെയ്യുന്നു. ശേഷം ഒരു പൂച്ചയെ വെച്ചും സെയിം എക്സ്പെരിമെന്റ് നടത്തുന്നു. എന്നാൽ റിസൾട്ട് സെയിം തന്നെ. സക്രിയ വെബ് അദ്ദേഹത്തിന്റെ തന്നെ വളർത്തുമൃഗങ്ങളെ ഉപയോഗിച്ചായിരുന്നു ഈ പരീക്ഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ അവയെല്ലാം മരിച്ചു പോകുമ്പോൾ അയാൾക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട്. അതിനുശേഷം അവസാനം അവന് ഏറ്റവും പ്രിയപ്പെട്ട നായയെ തന്നെ ആ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നു. എന്നാൽ ഇപ്രാവശ്യം അത് വിജയം കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ട്രാവൽ ചെയ്തു പോകുന്നത് ആ നായയല്ല, മറിച്ച് അയാൾ അവിടെ വെച്ച അയാളുടെ മെഷീൻ തന്നെയായിരുന്നു. അതിലും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പനേരം കഴിഞ്ഞിട്ട് ആ മെഷീൻ പ്രത്യക്ഷമാകുന്നുണ്ട്. അല്പം വ്യത്യാസത്തോടു കൂടി തന്നെ അതിൽ നിന്ന് ഒരു ലെറ്ററും കിട്ടുന്നു. ആ ലെറ്ററിൽ ഡെറിക് ജെൻലിയുടെ പേരായിരുന്നു. അത് സക്സസ് ആയി എന്ന് കാണുമ്പോൾ സക്രിയ വെബിന് ഒരുപാട് സന്തോഷമാകുന്നു. പിന്നെ കാണിക്കുന്നത് എസ്തേവ് അവരുടെ ഹെഡ് ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്തേക്ക് വന്ന് ആനിമൽ ട്രാൻസ്ഫർ യൂണിറ്റിലേക്ക് ഒരുപാട് ആളുകളുമായിട്ട് പോകണമെന്ന് പറയുന്നതാണ്. എന്നാൽ ഇനിയും സമയമായിട്ടില്ല, നിങ്ങൾ അവിടെ അതിക്രമിച്ച് കയറിയിരിക്കുന്നു, അതിന്റെ ഫലമായിട്ട് സിമ്മർഫീൽഡ് മരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അപ്പോഴും ഹെഡ് ആയിട്ടുള്ള ആ വ്യക്തി പറയുന്നത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അസിസ്റ്റന്റ് ആണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തോടെയാണ് ആ ഹെഡിന്റെ അടുത്ത് എസ്തേവ് സംസാരിക്കുന്നത്. എന്നിട്ടും അയാൾ മനസ്സ് മാറ്റുന്നില്ല. അയാളും അതേ ഉച്ചത്തിൽ എസ്തേവിനോട് സംസാരിക്കുന്നു. ഈ ഹെഡിന്റെ പെരുമാറ്റത്തിൽ നേരത്തെ തന്നെ എസ്തേവിനും സിമ്മർഫീൽഡിനും സംശയം ഉണ്ടായിരുന്നു. ഇതുകൂടി ആയപ്പോൾ ഉച്ചത്തിൽ ദേഷ്യത്തോടെ എസ്തേവ് ചോദിക്കുകയാണ്, നിങ്ങളും അവരിൽപ്പെട്ട ഒരാളല്ലേ? അത് കേട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ എസ്തേവിനെ ഫയർ ചെയ്യുകയാണ്. എന്നാൽ എസ്തേവ് ആണെങ്കിൽ നല്ല ദേഷ്യത്തിലായിരുന്നല്ലോ. അവനും കയർത്ത് സംസാരിക്കുന്നു, നീയും അവരുടെ ആളല്ലേ? അത് കേട്ട് ദേഷ്യപ്പെട്ട് ഹെഡ് സെക്യൂരിറ്റിയെ വിളിച്ച് എസ്തേവിനെ പുറത്താക്കാൻ ഉത്തരവിടുന്നു. പക്ഷേ പിടിച്ചു മാറ്റേണ്ട ആവശ്യമൊന്നും വന്നില്ല. എസ്തേവ് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ പോകുന്നതിന് മുമ്പ് പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട് അവനും റിമ്മറിന്റെ ഗ്യാങ്ങിൽ പെട്ടതാണ് എന്ന്. എസ്തേവ് പോയ ഉടനെ തന്നെ ഹെഡ് ആയിട്ടുള്ള ആ വ്യക്തി റിമ്മറിനെ വിളിച്ച് നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നതായിട്ട് കേൾക്കാം. ഇതിൽ നിന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ് അയാളും റിമ്മറിന്റെ കൂടെ ഉള്ളത് തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് ഡെറിക്കും ടോഡും അവരുടെ അപ്പാർട്ട്മെന്റിൽ എത്തുന്നതാണ്. ഡെറിക്ക് പറയുകയാണ്, ഞാൻ ഫാറയുടെ കൂടെ പോകാം, നീ അമാൻഡയുടെ കൂടെ ഇരുന്നോളൂ. അമാൻഡയോട് എല്ലാ സത്യങ്ങളും ഇപ്പോൾ തന്നെ നീ തുറന്നു പറയണം. പിന്നീട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു അവസരം കിട്ടില്ല. അതിനുശേഷം അമാൻഡയെയും കൂടെ കൂട്ടിക്കോളൂ, അവൾ ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിർക്ക് ജീപ്പിൽ തന്നെ ഇരിക്കുന്നു. ടോഡ് മുറിയിലേക്ക് ഓടുന്നു. അവിടെ വെച്ചാണ് ഫാറയെ കാണുന്നത്. ഫാറയും എങ്ങോട്ടോ പോകാനിരിക്കുകയായിരുന്നു. അവർ പരസ്പരം നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഫാറ ലിദിയ സ്പ്രിങ്ങിനെ കണ്ട കാര്യവും ടാറ്റു അടിച്ച വ്യക്തിയെ കൊന്ന കാര്യവും സിമ്മർഫീൽഡ് മരിച്ച കാര്യവും ഒക്കെ ടോഡിനോട് പറയുന്നു. അമാൻഡയെ തേടി വന്നവരെ കുറിച്ച് ഫാറ പറയുമ്പോൾ തന്നെ അവർ ബ്ലാക്ക് പിങ്കിൽ ഉള്ളതാണ്, അവർ ഡെറിക്കിന്റെ പിന്നാലെ ആയിരുന്നു എന്നും ടോഡ് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അവർ ആ അൺലിമിറ്റഡ് എനർജി മെഷീൻ കണ്ടുപിടിച്ച കാര്യവും ലിദിയയുടെ ഉള്ളിൽ നായയാണെന്നും നായയുടെ ഉള്ളിൽ ലിദിയ സ്പ്രിങ് ആണെന്നുള്ള കാര്യവും പറഞ്ഞു കഴിയുമ്പോൾ ഫാറ പറയുകയാണ്, അങ്ങനെയെങ്കിൽ അവളെ രക്ഷിക്കാൻ സാധിക്കില്ലേ? വളരെ ടെൻഷൻ അടിച്ചുകൊണ്ട് വിഷമത്തോടെയായിരുന്നു ഫാറ അത് പറഞ്ഞത്. ടോഡ് പറയുകയാണ്, അവളും ആ മെഷീനും ഒരേ സ്ഥലത്തുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ തന്നെ സാധിക്കുമെന്നാണ് വിശ്വാസം. അതിനുശേഷം ഫാറയോട് ഡെറിക്കിന്റെ കൂടെ സ്പ്രിംഗ് മാൻഷനിലേക്ക് പോകാൻ പറയുന്നു. തനിക്ക് ഇവിടെ കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്, അതിനുശേഷം അമാൻഡയുടെ കൂടെ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുന്നു. പോകുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഇടിക്കുന്ന ഒരു വസ്തുവാണ് ടോഡിന് കൊടുക്കുന്നത്. അവളുടെ കയ്യിൽ എക്സ്ട്രാ തോക്ക് വലതും ഉണ്ടായിരുന്നെങ്കിൽ ടോഡിന് കൊടുത്താനേ. അതിനുശേഷം ടോഡ് തന്റെ മുറിയിലെത്തി അമാൻഡയെ വിളിക്കുന്നു. അമാൻഡ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒളിപ്പിച്ചു വെച്ചിരുന്ന ലോട്ടറി കരങ്ങളിൽ എടുക്കുന്നുണ്ട്. അമാൻഡ വന്ന ഉടനെ തന്നെ ഫാറയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ടോഡിനോട് പറയുന്നത്. എന്നാൽ ടോഡ് ഉടനെ തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. തനിക്ക് ആ അസുഖം ഉണ്ടായിരുന്നില്ല എന്ന കാര്യം. അമാൻഡയെ ആദ്യം അത് വിശ്വസിക്കാൻ തയ്യാറായില്ലായിരുന്നു. അവൾ ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് നീ നിന്റെ ക്ലാസ് നിർത്തിയത്? ടോഡ് പറയുകയാണ്, ഞാൻ ക്ലാസ്സിലൊന്നും കയറില്ല
അറിയായിരുന്നു, പരാജയപ്പെടുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ക്ലാസ് നിർത്തിയത്. അപ്പോ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിച്ചിട്ട് നീ എന്ത് ചെയ്യുകയായിരുന്നു? ടോഡ് പറയുകയാണ്, എനിക്കൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അതിന് റെന്റ് കൊടുക്കാൻ കാശ് തികയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതും അതോടൊപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന മ്യൂസിക് ബാൻഡിലെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് മോഷ്ടിച്ചതും. ഇതെല്ലാം എനിക്ക് നിന്നോട് നേരത്തെ തന്നെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എന്റെ കള്ളിയെല്ലാം പുറത്താകുമെന്ന് കരുതിയാണ് നേരത്തെ അത് പറയാതിരുന്നത്. പക്ഷേ ഇനി എനിക്കിത് മറച്ചു വെക്കാനാകില്ല. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് സംസാരിക്കാം. നമുക്ക് ഉടനെ തന്നെ ഇവിടുന്ന് പോകണം, നമ്മൾ ഇവിടെ അപകടത്തിലാണ്. എന്നാൽ അമാൻഡ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൾ പറയുകയാണ്, ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിനുശേഷം ദേഷ്യത്തോടെ മുറിയിൽ കയറി വാതിലടക്കുകയാണ് അവൾ. പിന്നെ കാണിക്കുന്നത് ഫാറയെയും ഡെറിക്കിനെയുമാണ്. അവരുടെ ജീപ്പ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഫാറ ഇതേ സമയം സ്പോട്ട് ചെക്ക് നടത്തുകയാണ്, അവരെ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നതൊക്കെ അറിയുന്നതിന് വേണ്ടി. ഫാറ എന്താണ് ചെയ്യുന്നതെന്ന് ഫാറയിൽ നിന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് പഠിക്കണമെന്ന് ഡെറിക്കിന് തോന്നുന്നു. അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയായിരുന്നു. ടോഡിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഫാറയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അതിനെക്കുറിച്ചൊക്കെ അവൻ ഇങ്ങനെ വളവള സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫാറയ്ക്ക് ഇഷ്ടമാകുന്നില്ല. അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്, എന്നിട്ടും അവൻ കേൾക്കുന്നില്ല. അവൻ ഇങ്ങനെ സംസാരിച്ച് അവസാനം വളരെ സന്തോഷത്തോടെ ഞാൻ ഡെറിക് ജെന്റ്ലി ആണെന്ന് വളരെ ഉച്ചത്തിൽ സംസാരിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു വെടിവെച്ച് കേൾക്കുകയാണ്. അത് അവരുടെ കാറിൽ തന്നെയാണ് കൊണ്ടത്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ബാർട്ട് ആയിരുന്നു. ഡെറിക് ജെന്റ്ലി അവന്റെ പേര് ഇങ്ങനെ ഉച്ചത്തിൽ പറയുന്നത് ബാർട്ട് കേട്ടിരുന്നല്ലോ, അതുകൊണ്ടാണ് അവൾ ഷൂട്ട് ചെയ്തത്. എന്നാൽ ജീപ്പിന്റെ ഗ്ലാസ്സിലായിരുന്നു അത് കൊണ്ടത്. അതിനുശേഷം ചാടി ജീപ്പിന്റെ മുകളിൽ കയറി പോലും അവനെ വെടിവെക്കുന്നു. എന്നിട്ടും അത് അവനെ കൊള്ളുന്നില്ല. ബാർട്ടിന്റെ പോലെ തന്നെ ഡെറിക്കിനും ചില കഴിവുകളുണ്ട്. അവന് ലക്ക് അധികമായിട്ടുണ്ട്. അവനെ കൊല്ലുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭാഗ്യം അവനെ തുണയ്ക്കും. ബാർട്ടിന്റെ കാര്യത്തിൽ വ്യത്യസ്തമാണ്, അവളെ ആർക്കും മുറിപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോ ഇതെല്ലാം കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഇവിടെ ജയിക്കുക? ഡെറിക്കിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ പുറകെ തന്നെ ഫാറയും ഉണ്ട്. ബാർട്ടിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവൾക്ക് സാധിക്കുന്നില്ല, നല്ലൊരു എയിം കിട്ടുന്നില്ല. അതിനുശേഷവും ബാർട്ട് ഒരുപാട് പ്രാവശ്യം ഡെറിക്കിനെ വെടിവെക്കുന്നുണ്ട്, എന്നാൽ ഒന്നും തന്നെ കൊള്ളുന്നില്ല. അവൾക്ക് പോലും മനസ്സിലാവുന്നില്ല. സാധാരണ അവൾ ആളുകളെ വളരെ നിഷ്പ്രയാസം നോക്കാതെയാണ് വെടിവെച്ചൊക്കെ ഇടുന്നത്, എന്നാൽ ഇപ്രാവശ്യം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അത് കണ്ടുകൊണ്ട് തോക്കിനെ പല പ്രാവശ്യവും അവളൊന്ന് അടിച്ചു നോക്കുന്നുണ്ട്. ഡെറിക് ആകട്ടെ ഓടി ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വലിയ ഉയരങ്ങളിൽ എത്തിയിരുന്നു. വീണ്ടും പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് കുടുങ്ങി പോകുന്നു. ബാർട്ട് വിടാതെ പിന്തുടരുകയാണ്. ഫാറയും പിന്നാലെയുണ്ട്. ഒരവസരത്തിൽ ഫാറ ബാർട്ടിനെ തോക്കിൻ മുനയിൽ നിർത്തി നിൽക്കാൻ പറയുന്നുണ്ട്, എന്നാൽ പുല്ലുവിലയാണ് ഫാറയ്ക്ക് അവൾ കൊടുത്തത്. അതേ അവസരത്തിൽ തന്നെ കെൻ അവിടെ എത്തി അറിയാതെ കൂട്ടിമുട്ടുന്നവനെ പോലെ ഫാറയെ ഇടിച്ചു തെറിപ്പിക്കുന്നുണ്ട്. ബാർട്ട് അതിനുശേഷം ഒരു കൂസലുമില്ലാതെ നടന്ന് മുകളിൽ എത്തുന്നു. കെന്നിനാകട്ടെ ഫാറയുടെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടുന്നുണ്ട്. ബാർട്ട് മുകളിലെത്തി ഡെറിക്കിനെ ഷൂട്ട് ചെയ്യുമ്പോഴാണ് തോക്കിന്റെ ബുള്ളറ്റ് തീർന്നിരിക്കുന്നു. ഡെറിക് അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും, എന്നെ കൊല്ലരുത് എന്ന് കാല് പിടിച്ച് എന്ന പോലെ അപേക്ഷിക്കുന്നുണ്ട്. ബാർട്ട് അപ്പോൾ പറയുകയാണ്, ഇല്ല, ഞാൻ നിന്നെ കൊല്ലേണ്ടതാണ്. പ്രപഞ്ചം എന്നെ നിന്റെ അടുത്തേക്കാണ് നയിച്ചത്. എല്ലാം കണക്റ്റഡ് ആണ്. ആ എല്ലാം കണക്റ്റഡ് ആണ് എന്ന് രണ്ടുപേരും ഒരുമിച്ചാണ് പറഞ്ഞത്. രണ്ടുപേരും ഒരുമിച്ച് അത് പറഞ്ഞതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അത്ഭുതം തോന്നുന്നു. ഡെറിക് അപ്പോൾ അല്പം ആശ്വാസത്തോടെ എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീയും അവരിൽ ഒരാളാണ്. എനിക്ക് തോന്നുന്നത് ഈ സൈക്കിക് പവേഴ്സ് ഉള്ളവരിൽ ഒരാള് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതും രണ്ടുപേരും ഒരുമിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം ഉടനെ തന്നെ അവർ പറയുന്നുണ്ട്, ഇല്ല, നീ അവരിൽ ഒരാളല്ല. അതും ഒരുമിച്ച് തന്നെ പറയുന്നു. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് പറയുകയാണ്, നീ എന്നെ പോലെയാണ്. എന്നാൽ അപ്പോൾ തന്നെ മാറ്റിയും പറയുന്നുണ്ട്, നീ വ്യത്യസ്തനാണ്. അപ്പോഴേക്കും ഫാറ അവിടെ എത്തി ബാർട്ടിനെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു കത്തി ഉപയോഗിച്ച് അവളുടെ തുടയിൽ കുത്തുന്നുണ്ട്. ഇപ്രാവശ്യം അവളുടെ തുടയിൽ നിന്ന് ചോര വരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവൾ യഥാർത്ഥ ആളെ അല്ല കൊല്ലാൻ ഉദ്ദേശിച്ചത്. പ്രപഞ്ചം അവളെ ഡെറിക്കിന്റെ അടുത്തേക്കല്ല നയിച്ചത്. റോങ് ആയിട്ടുള്ള ആളെ കൊല്ലുവാൻ ശ്രമിച്ചത് കൊണ്ടാണ് അവൾക്ക് മുറിവേറ്റത്. അതാണ് എനിക്ക് റിസർച്ചിൽ നിന്ന് മനസ്സിലായത്. വേറെ നമുക്കെല്ലാം വിശ്വസിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു നല്ല തിയറി പറയുന്നത് രണ്ടുപേരും ഈ പ്രപഞ്ചത്തിന് പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ബാർട്ടിന് ഒരു തെറ്റ് പറ്റി, അതുകൊണ്ട് തന്നെ അവളെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവളെ മുറിവേൽക്കാൻ വേണ്ടി പ്രപഞ്ചം അനുവദിക്കുന്നത്. അതിനുശേഷം ബാർട്ടിനെ അവിടുന്ന് തള്ളിയിടുക പോലും ചെയ്യുന്നുണ്ട്. ഫാറ അതിനുശേഷം വന്ന് നോക്കുമ്പോൾ ബാർട്ടിനെ അവിടെ കാണാത്തത് കൊണ്ട് തന്നെ ഡെറിക്കിന്റെ കൂടെ അവിടുന്ന് രക്ഷപ്പെടുന്നു. കെൻ ആയിരുന്നു ബാർട്ടിനെ അവിടുന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോയി ലിഫ്റ്റിൽ കയറ്റിയത്. ലിഫ്റ്റിൽ വെച്ച് ഉച്ചത്തിൽ അലമുറയിട്ട് കരയുകയാണ് ബാർട്ട്. എനിക്കൊരിക്കലും ഇതുപോലെ മുറിവേറ്റില്ല, എനിക്കൊരിക്കലും ഇതേപോലെ മുറിവേൽക്കാൻ പാടില്ല. കെൻ അപ്പോൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഉടനെ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം, പോലീസുകാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെറിക് ആകട്ടെ ഫാറയെ ഇതേ സമയം ഒരുപാട് അഭിനന്ദിച്ച് സംസാരിക്കുകയാണ്. ഫാറയാണല്ലോ അവിടെ വന്ന് അവരെ രക്ഷിച്ചത്. പാട്രിക് സ്പ്രിങ് വെറുതെ അല്ല അവളെ അംഗരക്ഷകയായിട്ട് തിരഞ്ഞെടുത്ത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ വളരെ കൂളായിട്ടാണ് അവൾ അതിന് ഉത്തരം പറയുന്നത്. അതൊക്കെ അവളുടെ ഡ്യൂട്ടി ആണെന്നൊക്കെ. അപ്പോഴാണ് അൺലിമിറ്റഡ് എനർജി മിഷൻ കാറിൽ വെച്ചേക്കുകയാണെന്ന കാര്യം ഡെറിക് ഓർക്കുന്നത്. ഉടനെ തന്നെ അവൻ അങ്ങോട്ട് ഓടുന്നു. കെൻ ഇതേ സമയം രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും
കാര്യങ്ങളും ആ ലിസ്റ്റിൽ റെഡിയാക്കി കഴിഞ്ഞിരുന്നു. ബാർട്ട് ആകട്ടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കിനി നടക്കാൻ സാധിക്കില്ലേ, ഞാൻ തിന്നും കുടിച്ചു നടന്ന് എന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടായിരിക്കും പ്രപഞ്ചം എനിക്ക് ഈ പണിഷ്മെന്റ് തന്നത്. ഞാൻ പരാജയപ്പെട്ടു, പ്രപഞ്ചം നശിക്കാൻ പോവുകയാണ്. ഡെറിക്കും ഫാറയും ആകട്ടെ ആ ജീപ്പിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ മെഷീൻ സേഫ് ആയിട്ട് അവിടെ തന്നെയുണ്ട്. ഫാറ ഇതേ സമയം പറയുകയാണ്, നമുക്ക് ഒറ്റയ്ക്ക് ഇത് ഡീല് ചെയ്യാൻ പറ്റില്ല. ആ FBI ഏജന്റ് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏജന്റ് ജോസഫ് വീഡിങ്ങിനെ തന്നെ അവർ വിളിച്ച് കാര്യം പറയുകയാണ്. അവർക്കറിയില്ലല്ലോ അയാളും റിമ്മറിന്റെ ആളായി കഴിഞ്ഞുവെന്ന്. പിന്നെ കാണിക്കുന്നത് ഡിറ്റക്റ്റീവ് എസ്തേവിനെയാണ്. വളരെ വിഷമത്തിലായതുകൊണ്ട് തന്നെ മദ്യപിച്ചാണ് അയാൾ ഇരിക്കുന്നത്. അയാൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നുണ്ട്. അത് ആരാണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ കാണിക്കും. എന്റെ അടുത്ത് ഒരു തിയറി ഉണ്ട്, അത് കേട്ട് കഴിയുമ്പോൾ നീ പോലും വിചാരിക്കും എനിക്ക് പ്രാന്താണെന്ന്. ചിലപ്പോഴൊക്കെ ഞാൻ കരുതാറുണ്ട് എനിക്ക് പ്രാന്താണോ എന്ന്. പക്ഷേ ആ ഒരു കാര്യം എനിക്ക് കൺഫേം ചെയ്തേ മതിയാകൂ. നീ യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നീ ലിദിയ സ്പ്രിംഗ് ആണോ? അപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ നായയോട് തന്നെയായിരുന്നു. അവനും ഇക്കാര്യത്തിൽ ചെറിയ സംശയങ്ങൾ തോന്നിയിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ആ നായ കുരച്ചു, കാരണം അതിന്റെ ഉള്ളിൽ ലിദിയ സ്പ്രിംഗ് ആണല്ലോ. പക്ഷെ അത് കേട്ടിട്ടും ഡിറ്റക്റ്റീവ് എസ്തേവിന് വലിയ അതിശയമൊന്നും തോന്നിയില്ല. അയാൾ വീണ്ടും പറഞ്ഞു, നീ ലിദിയ സ്പ്രിംഗ് ആണെങ്കിൽ 2 പ്രാവശ്യം കുരയ്ക്കുക. ഉടനെ തന്നെ ആ നായ 2 പ്രാവശ്യം കുരയ്ക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതം തോന്നി. അതൊരു തിയറി മാത്രമായിരുന്നു, അത് സത്യമായിരിക്കുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല. അത് ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി 2 പ്രാവശ്യം ആ നായയോട് വട്ടം ചുറ്റാൻ പറയുമ്പോൾ അത് അതേപോലെ തന്നെ ചെയ്യുന്നു. പരാജയപ്പെട്ടു എന്ന് തോന്നിയവന് അത് ശരിക്കും ഒരു കച്ചിത്തുരുമ്പായിരുന്നു. ഉടനെ തന്നെ ഇതെല്ലാം ചെയ്തത് ഗോർഡൻ റിമ്മർ ആണോ എന്ന് ചോദിക്കുമ്പോൾ നായ 1 പ്രാവശ്യം കുരയ്ക്കുന്നു. അവളെ റിമ്മറിന്റെ കരങ്ങളിൽ എത്തിച്ചത് ഡെറിക്കും ടോഡുമാണോ എന്ന് ചോദിക്കുമ്പോഴും ആ നായ ഒന്ന് കുരയ്ക്കുന്നു. പക്ഷേ ഡെറിക്കും ടോഡുമാണ് അവളെ ആ നിലയിലാക്കിയതിന് പിന്നിൽ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള കുരയായിരുന്നില്ല അത്. പക്ഷേ എസ്തേവ് ആ ഒരു രീതിയിലാണ് അതിനെ തെറ്റിദ്ധരിച്ചത്. അമാൻഡയാകട്ടെ ഇപ്പോഴും ആ മുറിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ടോഡ് പുറത്തിരിക്കുന്നുണ്ട്. അവൻ ഒരുപാട് വിളിച്ചിട്ടും അവൾ വാതിൽ തുറന്നിരുന്നില്ല. അവളാകട്ടെ ഇതേ സമയം പഴയ കാര്യങ്ങളൊക്കെയാണ് ഓർക്കുന്നത്. ടോഡിന് അസുഖമാണെന്നറിഞ്ഞ് അവൾ ഒരുപാട് വിഷമിച്ചതൊക്കെ. ടോഡിന് ആ അസുഖമുണ്ടെന്ന് കരുതി അവൾക്ക് നല്ലവണ്ണം സന്തോഷിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ടോഡ് വിഷമത്തോടെ പറയുകയാണ്, ഇനിയെങ്കിലും നിനക്ക് എന്നോടൊന്ന് സംസാരിച്ചൂടെ? അമാൻഡ പറയുകയാണ്, എനിക്ക് ആലോചിക്കണം. അത് കേട്ടിട്ട് ടോഡ് പറയുകയാണ്, നാശം, ഇതിപ്പോ പറയണ്ടായിരുന്നു. ആ ഡെറിക്ക് കാരണമാണ്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് പറയുള്ളായിരുന്നു. അമാൻഡ പറയുകയാണ്, ശരിയാണ്, നിനക്ക് ടൈമിംഗ് തെറ്റിപ്പോയി. പക്ഷേ 6 വർഷം കഴിഞ്ഞിട്ടാണ് നീ ഇത് പറഞ്ഞതെന്ന് നീ ഓർക്കണം. നീ നിന്റെ ഫോൺ ഈ വാതിലിന്റെ അടിയിലൂടെ ഇട്ടതാ. എനിക്ക് നമ്മുടെ പാരന്റ്സിനെ ഒന്ന് വിളിക്കണം. ശരി, ഞാൻ അതൊക്കെ ചെയ്തു തരാം. പക്ഷേ ഉടനെ തന്നെ നമുക്ക് ഡെറിക്കിന്റെയും ഫാറയുടെയും അടുത്തേക്ക് പോകണം. നമ്മൾ ഇവിടെ നിൽക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. അമാൻഡ പറയുകയാണ്, എനിക്കതറിയാം, കുറെ ആളുകൾ എന്നെ തേടി വന്നിരുന്നു. നീ ആ ഫോൺ ഇട്ടതാ. ടോഡപ്പോൾ ഒരുപാട് വിഷമത്തോടെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഞാൻ നിന്റെ സഹോദരനാണ്. എന്നാൽ ദേഷ്യത്തിലായിരുന്ന അമാൻഡ പറയുകയാണ്, ഇല്ല, നീ എന്റെ സഹോദരനല്ല, നീ വേറെ ആരോ ആണ്. ഞാൻ അറിയുന്ന ടോഡ് ഇങ്ങനെയല്ല. അവളോട് ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവൾ പറഞ്ഞതുപോലെ തന്നെ ഫോൺ കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഡെറിക്കിന്റെ ഒരുപാട് മിസ്ഡ് കോൾ കാണുന്നു. അപ്പോഴേക്കും ഡിറ്റക്റ്റീവ് എസ്തേവും ആ നായയുമായി അവിടെ എത്തുന്നു. ആ നായയെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ നായ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ടോഡ് പറയുന്നു. എസ്തേവ് പറയുകയാണ്, കാരണം ലിദിയ സ്പ്രിംഗ് ആണ് അതിന്റെ ഉള്ളിലുള്ളത് അല്ലെ? നിങ്ങൾ എന്താണ് അവളെ ചെയ്തത്? നീയല്ലേ റിമ്മറിന്റെ വീട്ടിൽ നിന്ന് ഇവളെ എടുത്തുകൊണ്ട് വന്നത്? അപ്പോൾ എല്ലാ കാര്യങ്ങളും ടോഡ് അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൾക്ക് ഒന്നും പറ്റിയിട്ടില്ല, അവൾ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്തുണ്ട്. ലിദിയയുടെ ബോഡിയും ഈ നായയുടെ ബോഡിയുമായിട്ട് അവർ സ്വാപ്പ് ചെയ്തിരിക്കുകയാണ്. അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ടോഡ് പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും വിശ്വസിച്ചെങ്കിലും ടോഡും റിമ്മറിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണെന്നാണ് എസ്തേവ് കരുതുന്നത്. ഇതേ സമയം തന്നെ അമാൻഡയ്ക്ക് ആ മുറിയുടെ ഉള്ളിൽ മുങ്ങിച്ചാകാൻ പോകുന്നത് പോലെ അനുഭവപ്പെടുന്നു. ഒരു വിധത്തിൽ കാലുകൊണ്ട് ഒരുപാട് പ്രാവശ്യം അവൾ വാതിലിൽ തട്ടുന്നുമുണ്ട്. ഡിറ്റക്റ്റീവ് എസ്തേവിനോട് അത് കണ്ട് ടോഡ് പറയുകയാണ്, നിങ്ങളിപ്പോൾ നല്ല അവസ്ഥയിലല്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ കയ്യിൽ വാറന്റ് ഉണ്ടോ? എന്നാൽ അവനെ ആ തോക്ക് കൊണ്ട് അടിച്ചു വീഴ്ത്തിയിട്ട് ഡിറ്റക്റ്റീവ് എസ്തേവ് പറയുകയാണ്, വാറന്റ് ഇല്ല, എന്റെ കയ്യിൽ ഈ ഗണ്ണുണ്ട്. ഈ മുറിയുടെ ഉള്ളിൽ ഡെറിക് ആയിരിക്കുമല്ലേ? എന്നാൽ ഒരുപാട് വിഷമത്തോടെ ടോഡ് പറയുകയാണ്, അതിന്റെ ഉള്ളിൽ എന്റെ സഹോദരിയാണ്, അവൾക്ക് അസുഖമുള്ളതാണ്, എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. ആദ്യം എസ്തേവ് അത് വിശ്വസിക്കുന്നില്ല. എങ്കിലും കുറച്ച് കഴിഞ്ഞ് ഒരു വിധത്തിൽ വാതിൽ തുറന്നു കഴിയുമ്പോൾ അത് സത്യമാണെന്ന് എസ്തേവിന് മനസ്സിലാകുന്നു. അവൾക്ക് ശ്വാസം മുട്ടാണെന്ന് കരുതി ഉടനെ തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ് എസ്തേവ്. എന്നാൽ അവൾക്ക് ശ്വാസം മുട്ടല്ല, അവൾ വെള്ളത്തിൽ മുങ്ങുന്നത് പോലെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അവളെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ എത്തുന്നതിന് മുമ്പേ അവൾ മരിക്കുമെന്ന് പറഞ്ഞ് എസ്തേവിനെ ടോഡ് തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവരെ പിടിക്കുന്നതിന് വേണ്ടി റിമ്മറിന്റെ ആളുകൾ അങ്ങോട്ട് വരുന്നു. സംഗതി കൈവിട്ടു പോയി എന്ന് തോന്നുമ്പോഴേക്കും റൗഡി 3യും അവിടെ എത്തുന്നതായിട്ട് കാണുന്നു.
അത് കണ്ട് സംഗതി ഇത്തിരി പെശകാണെന്ന് മനസ്സിലാക്കി എസ്തേവ് നായയുടെ ഉള്ളിലുള്ള ലിതിയ സ്പ്രിങ്ങുമായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവുന്നു. റൗഡി 3 ആകട്ടെ അവിടെ എത്തിയ ഉടനെ തന്നെ ഗോൾഡൻ റിമ്മറിന്റെ ആളുകളെ നല്ല രീതിയിൽ ആക്രമിക്കുന്നു. ഗോൾഡൻ റിമ്മറിന്റെ ആളുകൾ റൗഡി 3ക്ക് ഷോക്ക് ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ അവർക്ക് ഏൽക്കുന്നില്ല, കാരണം അവർ വാമ്പേഴ്സ് ആണല്ലോ. റൗഡി 3 ഗോൾഡൻ റിമ്മറിന്റെ ആളുകളെ നല്ല രീതിയിൽ പെരുമാറുന്നത് കണ്ടിട്ട് എനിക്ക് ശരിക്കും സന്തോഷമായി. അതിനുശേഷം റൗഡി 3 വട്ടം കൂടി നിന്ന് അമാൻഡയുടെ എനർജി വലിച്ചെടുത്ത് അവളെ രക്ഷിക്കുന്നുണ്ട്. ടോഡ് ആദ്യം ഒന്ന് തടയാൻ ശ്രമിച്ചെങ്കിലും ടോഡിനെ അവർ തട്ടിമാറ്റി. അവൾ രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ടോഡ് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനെ തട്ടിമാറ്റിക്കൊണ്ട് അമാൻഡ പറയുകയാണ്, നീ ഒരിക്കലും എന്നെ കെയർ ചെയ്തിരുന്നില്ല, എന്നെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് നീ വലിച്ചിഴയ്ക്കുന്നത്. ടോഡ് അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ലോട്ടറി ടിക്കറ്റ് പോലും കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ അമാൻഡ പറയുകയാണ്, നീ എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിക്കുകയാണോ, എന്നെ വിലക്കെടുക്കാൻ ശ്രമിക്കുകയാണോ? $10,000 ഒരു ലോട്ടറി ആയിരുന്നു അത്. എന്നാൽ അത് കിട്ടിയിട്ട് അമാൻഡ പറയുകയാണ്, ഇത് തന്നതുകൊണ്ട് നീ ചെയ്തതിനൊന്നും പരിഹാരമാകാൻ പോകുന്നില്ല, നീയുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ നുണയാണ്, ഇനി ഞാൻ നിന്നെ വിശ്വസിക്കില്ല, നീ എന്നെ ഒരിക്കലും കാണാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് റൗഡി 3യുടെ കൂടെ അവരുടെ വാനിൽ കയറി അമാൻഡ പോവുകയാണ്. അവരുടെ കൂടെ പോകല്ലേ എന്ന് ടോഡ് കരഞ്ഞു പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. വിഷമത്തോടെയുള്ള ടോഡിന്റെ മുഖം പല അവസരങ്ങളിലായി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ശരിക്കും വിഷമമാണ് തോന്നിയത്. കാരണം എല്ലാം തുറന്നു പറഞ്ഞ് ഒരു നല്ല വ്യക്തിയാകാനാണ് അവൻ ശ്രമിച്ചത്. അത് മാത്രമല്ല, ഇത്രയും നാളും കള്ളം ഉള്ളിൽ വെച്ചത് കൊണ്ട് തന്നെ സമാധാനപരമായിട്ട് അവന് ജീവിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ എന്നേക്കുമായിട്ട് ആ സത്യം മറച്ചു വെക്കാമായിരുന്നു. എന്നാൽ അപ്പോഴേക്കും റിമ്മറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ എഴുന്നേറ്റ് ഷോക്ക് അടുപ്പിച്ച് ടോഡിനെ കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നു. ഫാറയുടെയും ഡിർക്കിന്റെയും അടുത്തേക്കാകട്ടെ ഇതേ സമയം FBI ഏജന്റ് വരുന്നു. FBI ഏജന്റ് അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ടോഡ് എന്തുകൊണ്ടാണ് വരാത്തത് എന്നതിനെ പറ്റി അവർ സംസാരിച്ചിരുന്നു. ടോഡ് അമാൻഡയുമായിട്ട് സംസാരിക്കുകയാണ് എന്നാണ് ഡെറിക് പറഞ്ഞത്. ഉടനെ തന്നെ എത്തുമെന്നും പറഞ്ഞിരുന്നു. കൂടാതെ ബാർട്ട് എന്തിനാണ് അവരെ ആക്രമിച്ചതെന്നും അത് ആരാണെന്നും ഫാറ ചോദിക്കുന്നുണ്ട്. ബാർട്ടിന്റെ പേര് ഇവർക്കറിയില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ അത് ആരാണെന്ന് തനിക്ക് അറിയുക പോലുമില്ല എന്നാണ് ഡെറിക് പറഞ്ഞത്. അതിനുശേഷം അവർ ആ മെഷീനെ കുറിച്ച് സംസാരിക്കുന്നു. ഡെറിക് പറയുകയാണ്, ഈ മിഷൻ ഓൺ ആക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും, അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ ഫാറ പറയുന്നു. ഫാറയാകട്ടെ അത് ഓൺ ആക്കുക പോലും ചെയ്തിരുന്നു. ഡെറിക്കിനും ടോഡിനും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ അവൾ ചെയ്തു. പക്ഷേ അത് ഓൺ ആക്കിയിട്ടും അതിൽ 3 ഡേറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും തന്നെ അവിടെ സംഭവിച്ചില്ല. ആ 3 ഡേറ്റുകളിൽ ഒന്ന് പാട്രിക് സ്പ്രിങ് മരിച്ച ഡേറ്റും, മറ്റേത് പാട്രിക് സ്പ്രിങ്ങിന്റെ ഭാര്യ മരിച്ച ഡേറ്റും, മറ്റേത് ലിദിയ സ്പ്രിങ് മിസ്സിംഗ് ആയ ഡേറ്റുമാണ്. പിന്നീട് അവിടെ എത്തിയ FBI ഏജന്റിനോട് എല്ലാ കാര്യങ്ങളും ഡെറിക്കും ഫാറയും തുറന്നു പറയുന്നതായിട്ട് കാണിക്കുന്നു. അവരെ ആക്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഈ വ്യക്തി എന്ന് മനസ്സിലാക്കാതെയാണ് എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയുന്നത്. അതിനുശേഷം അയാൾക്ക് ആ ടൈം മെഷീൻ പോലും കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടു കഴിയുമ്പോൾ അയാൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ഫാറയെ തോക്കുകൊണ്ട് അടിച്ചു വീഴ്ത്തി ഡെറിക്കിനോട് കൂടെ വരാൻ പറയുന്നു. അത് കണ്ട് പേടിച്ചു പോയ ഡെറിക്കിന് അയാളുടെ കൂടെ പോവുകയല്ലാതെ വേറെ വഴികളൊന്നുമില്ലായിരുന്നു. പിന്നെ കാണിക്കുന്നത് ഡിറ്റക്റ്റീവ്സിന്റെ ഹെഡ് ആയിട്ടുള്ള ആ വ്യക്തി ഗോർഡൻ റിമ്മറിനെ മീറ്റ് ചെയ്യുന്നതാണ്. ഗോർഡൻ റിമ്മർ അയാളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ എനിക്ക് കൊല്ലേണ്ടി വന്നു, ഇനിയും ഒരുപാട് ആളുകളെ ഞാൻ പ്രതീക്ഷിക്കണോ? ഡിറ്റക്റ്റീവ്സിന്റെ ഹെഡ് ആയിട്ടുള്ള ആ വ്യക്തി പറയുകയാണ്, റെയ്നിയെ ചതിച്ചതിന് ശേഷം നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? നമ്മുടെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിമ്മർ അത് കേട്ട് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഇപ്പോഴും അതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? നീ കരുതുന്നത് പോലെ അതൊന്നും ദൈവം കൊണ്ടുവന്ന് തന്നതല്ല, അതൊക്കെ മെഷീനാണ്, അതൊക്കെ ടെക്നോളജിയുടെ ഭാഗമാണ്. എന്നാൽ എന്നിട്ടും ഡിറ്റക്റ്റീവ്സിന്റെ ഹെഡ് ആയിട്ടുള്ള ആ വ്യക്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തെ പറ്റിയാണ്. അയാൾ പറയുകയാണ്, ഈ ഒരു മിഷൻ നമുക്ക് കിട്ടുന്ന സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നതല്ലേ, നീ ഒരു ഒറിജിനൽ സോൾ അല്ലേ? അതൊക്കെ കേട്ട് ദേഷ്യത്തോടെ റിമ്മർ പറയുകയാണ്, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ ടെക്നോളജിയാണ്, എനിക്കിപ്പോൾ അടുത്ത മിഷനും കിട്ടാൻ പോവുകയാണ്, എന്റെ ആളുകൾ ഇന്ന് രാത്രി എനിക്കത് എത്തിച്ചു തരും, ഇനി മുതൽ റെയ്നിയില്ല, ഞാനായിരിക്കും സുപ്രീം സോൾ, നീ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. അവസാനമായിട്ട് റിമ്മർ എവിടെയോ വെച്ച് മീറ്റ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയും സംസാരിക്കുന്നു. കുറെ ആളുകളെ കൂട്ടിക്കൊണ്ടുവരാനും പറയുന്നുണ്ട്. എന്നാൽ ഹെഡ് ആയിട്ടുള്ള വ്യക്തി പറയുന്നുണ്ട് എസ്തേവ് ഇപ്പോഴും റിമ്മറിനെ തേടി നടക്കുകയാണെന്ന്. എന്നാൽ അതൊന്നും റിമ്മർ കാര്യമാക്കുന്നേ ഇല്ല. പിന്നെ വീണ്ടും ബാർട്ടിനെയും കെന്നിനെയും കാണിക്കുന്നു. ബാർട്ട് വേദന കൊണ്ട് പുളയുകയാണ്. ബാത്ത് ടബിൽ കൊണ്ടുവന്നായിരുന്നു കെൻ ബാർട്ടിനെ ഇട്ടത്. പക്ഷെ ഉച്ചത്തിൽ അവൾ അലമുറയിട്ട് കരയുന്നത് കൊണ്ട് തന്നെ ശബ്ദം പുറത്തു
പുറത്ത് കേൾക്കാതിരിക്കാൻ കെൻ TV വെക്കുന്നു. അപ്പോഴാണ് ഒരു വാർത്ത കാണുന്നത്. ബാർട്ട് നേരത്തെ ഒരു വ്യക്തിയെ അടുത്തേക്ക് വിളിച്ചപ്പോൾ കാർ ഇടിച്ച് മരിച്ചല്ലോ. ബാർട്ട് അയാളെ കൊല്ലണമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷെ അപ്പോഴേക്കും അയാളെ കാർ ഇടിച്ച് അയാൾ മരിച്ചിരുന്നു. ആ വ്യക്തിയെ കുറിച്ചുള്ള ന്യൂസ് ആണ് പറയുന്നത്. അയാൾ ഒരു ദുഷ്ടനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അയാൾ അയാളുടെ വീട്ടിൽ 2 സ്ത്രീകളെ ബേസ്മെന്റിൽ ബന്ധനസ്ഥിതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ, ദുഷ്ടരായിട്ടുള്ള ആളുകളെ മാത്രമാണ് ബാർട്ട് കൊല്ലുന്നത്. അതാണ് പ്രപഞ്ചം അവളോട് ചെയ്യാൻ പറയുന്നത്. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ കെന്നിനും വിശ്വാസം വരുന്നുണ്ട്. ബാർട്ട് ഇതേ സമയം പറയുകയാണ്, എങ്ങനെയെങ്കിലും എന്റെ തുടയിൽ നിന്ന് ഈ കത്തി വലിച്ചൂരൂ. കെൻ അപ്പോൾ പറയുകയാണ്, ഞാൻ ഇന്റർനെറ്റിൽ വായിച്ചിട്ടുണ്ട്, നമ്മൾ കത്തി ഇങ്ങനെയൊന്നും വലിച്ചൂരാൻ പാടില്ല എന്ന്. ബാർട്ട് പറയുകയാണ്, മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒരിക്കലും പോകില്ല. കെൻ അപ്പോൾ അവളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പറയുകയാണ്, ഈ ഒരു ചെറിയ സംഭവം കൊണ്ട് നീ ചെയ്യുന്നതിൽ നിന്ന് നീ പിന്തിരിയാൻ പോവുകയാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ആളുകളെ കണ്ടു കഴിയുമ്പോൾ കൊല്ലണമെന്ന് തോന്നാറില്ലേ? അതേപോലെ ഡെറിക്കിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊല്ലണമെന്ന് തോന്നിയോ? അതിനവൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ഡെറിക്കിന്റെ അടുത്ത് എത്തിയപ്പോൾ അവൾക്ക് തോന്നിയത്. കെൻ ആകട്ടെ അതിനുശേഷം അവളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. നിനക്കറിയാമോ, നിനക്ക് കുത്തേറ്റിട്ടും എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടിട്ടാണ് നമ്മൾ ഇവിടെയും വരെ എത്തിയത്. അതൊക്കെ ഓർത്തു കഴിയുമ്പോൾ ശരിക്കും ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ ഇവിടെയും വരെയും സുരക്ഷിതമായി എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പ്രപഞ്ചം നീ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഞാൻ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ അവൾ മോട്ടിവേറ്റഡ് ആകുന്നുണ്ട്. അതിനുശേഷം ഇത് ഭേദമായി കഴിഞ്ഞ് ഡെറിക്കിനെ കൊല്ലുമെന്ന് അവൾ പറയുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവളുടെ തുടയിൽ നിന്ന് കത്തി വലിച്ചുരുകയാണ് കെൻ. അതിന്റെ വേദനയാൽ അവൾ ഉച്ചത്തിൽ അലമുറയിട്ട് കരയുകയും കെന്നിന് ഒരു ഇടി കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ ആ ഒരു മെഷീനുമായിട്ട് ഗോർഡൻ റിമ്മറിന്റെ മുന്നിൽ നിൽക്കുന്ന ടോഡിനെയും ഡെറിക്കിനെയും കാണിക്കുന്നു. അവർ പരസ്പരം കണ്ടു കഴിയുമ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പരസ്പരം ചോദിച്ച് അവർ അറിയുന്നു. ഫാറ എവിടെയാണെന്ന് അറിയില്ല. അമാൻഡ ആണെങ്കിൽ റൗഡി 3യുടെ കൂടെ പോയി. ടോഡിന്റെ മുഖത്ത് കിട്ടിയ അടിയാണെങ്കിൽ എസ്തേവിൽ നിന്ന് കിട്ടിയ അടിയാണ്. അതിനുശേഷം ടോഡ് ചോദിക്കുകയാണ്, ഇവർ നമ്മളെ കൊല്ലുമോ? ഡെറിക്ക് പറയുകയാണ്, ഇല്ലെന്നാണ് തോന്നുന്നത്. റിമ്മർ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഡെറിക്ക് പറയുകയാണ്, നമ്മുടെ എല്ലാത്തിനുമുള്ള ഉത്തരം ഇവൻ നമുക്ക് പറഞ്ഞു തരും. എന്നാൽ റിമ്മർ അവരുടെ അടുത്തെത്തി കഴിയുമ്പോൾ പറയുകയാണ്, നിങ്ങളൊക്കെ ആരാണ്? നിങ്ങളെ കുറെ ആയിട്ട് കാണണമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. പാട്രിക് സ്പ്രിങ് ആണോ നിങ്ങളെ ഹയർ ചെയ്തത്? ആ പൂച്ചക്കുട്ടി എവിടെ? എന്റെ നായ എവിടെ? അത് മാത്രമല്ല, നിങ്ങൾ എന്തിനാണ് എന്റെ വീട് കത്തിച്ചത്? നേരത്തെ എന്റെ ഗ്യാങ്ങിലുള്ളവരെ വന്ന് ഇടിച്ചുകൊണ്ട് പോയവരാരാണ്? നിങ്ങളെ പോലത്തെ ഇതേപോലത്തെ എത്ര ആളുകളാണോ ഉള്ളത്? അത് മാത്രമല്ല, ഒരേ സമയം പാട്രിക് സ്പ്രിങ് എങ്ങനെയാണ് 2 സ്ഥലങ്ങളിൽ വന്നത്? ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അയാൾക്ക് വേണമായിരുന്നു. പക്ഷെ ഇതിനുള്ള ഉത്തരം ഒന്നും ഡെറിക്കിന്റെയും ടോഡിന്റെയും കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് ടോഡ് പറയുമ്പോൾ റിമ്മർ ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെയാണ് പാട്രിക് സ്പ്രിങ് മരിച്ച ദിവസം നിങ്ങൾ 2 പേരും അവിടെ വന്നത്? അത് മാത്രമല്ല, എന്റെ കോട്ടായിരുന്നു അന്ന് നീ ഇട്ടിരുന്നത്. അപ്പോഴാണ് ഡെറിക്കിനും എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത്. അവൻ അവന്റെ മുമ്പിലുള്ള മിഷൻ നോക്കുന്നു. അത് മാത്രമല്ല, റിമ്മറിന്റെ മുറിയുടെ ഉള്ളിലുണ്ടായിരുന്ന മിഷനും നോക്കുന്നു. രണ്ടും ഒരേപോലത്തെ മിഷനാണ്. ഡെറിക്ക് രഹസ്യമായിട്ട് ടോഡിനോട് പറയുകയാണ്, എല്ലാത്തിനുമുള്ള ഉത്തരം എനിക്ക് കിട്ടി. സക്കറിയ വെബും എഡ്ഗർ സ്പ്രിങ്ങും പാട്രിക് സ്പ്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം എനിക്ക് കിട്ടി. ഞാൻ ഈ പസിൽ സോൾവ് ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും രക്ഷപ്പെടാം. അവർ പിറുപിറുക്കുന്നത് കേട്ട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് റിമ്മർ ചോദിക്കുന്നു. റിമ്മറിന്റെ കയ്യിൽ ഒരു തോക്കും ഉണ്ടായിരുന്നു. അവരുടെ നേരെ നീട്ടിക്കൊണ്ട് റിമ്മർ പറയുകയാണ്, നിങ്ങൾ പരസ്പരം സംസാരിക്കുകയല്ല, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരികയാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ പുറത്തു നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. റിമ്മർ അത് എന്താണെന്ന് പോയി അന്വേഷിക്കുന്നതിന് വേണ്ടി ജോസഫ് വീഡിലിനെ അങ്ങോട്ട് വിടുന്നു. അവരുടെ ശ്രദ്ധ തെറ്റിയ നേരം കൊണ്ട് ഫാറ കൊടുത്ത ഇടിക്കുന്ന ആ സംഭവം ടോഡ് അവന്റെ കയ്യിൽ അണിഞ്ഞുകൊണ്ട് റിമ്മറിനെ ആക്രമിക്കുന്നു. റിമ്മറിനെ ടോഡ് നേരിടുന്ന സമയത്ത് ടോഡിനെ പിടിക്കാൻ കുറെ പേർ വരുന്നുണ്ട്. എന്നാൽ ഡെറിക്ക് അവരെ നേരിടുന്നു. റിമ്മറിനെ ടോഡ് നേരിടുന്ന സമയത്ത് റിമ്മറിന്റെ ശരീരത്തിലുള്ള ജാക്കറ്റ് ടോഡിന്റെ ദേഹത്ത് അറിയാതെ വരുന്നുണ്ട്. അതിനിടയിൽ റിമ്മറിന്റെ തോക്കും ടോഡിന് കിട്ടുന്നു. അതുപയോഗിച്ച് മറ്റുള്ളവരെയൊക്കെ ഓടിക്കുന്നുണ്ട്. റിമ്മർ ആണെങ്കിൽ നിലത്തും വീണു പോയിരുന്നു. ഡെറിക്ക് ഈ ഒരു തക്കം നോക്കി അവിടെ ഉണ്ടായിരുന്ന മെഷീനും എടുത്തുകൊണ്ട് മുറിയുടെ ഉള്ളിലേക്ക് കയറുന്നു. ടോഡിനെ ഇതേ സമയം ഒരുത്തൻ ഷോക്ക് അടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവനും ഒരു വിധത്തിൽ മുറിയുടെ ഉള്ളിൽ കയറി വാതിൽ അടക്കുന്നു. അകത്ത് കയറിയിട്ടും പുറത്ത് നിന്ന് വാതിൽ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആരോസ് ഉപയോഗിച്ച് വാതിലുകൾ തുറക്കുന്നുമുണ്ടായിരുന്നു. ടോഡ് ഡെറിക്കിനോട് പറയുകയാണ്, ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം. നീ ഇപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഡെറിക്ക് പറയുകയാണ്, ഇത് അൺലിമിറ്റഡ് എനർജി മിഷനോ ബോഡി സ്വാപ്പ് മിഷനോ ഒന്നുമല്ല. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ആ മിഷന്റെ ഒരു ഭാഗത്ത് ടോഡിനോട് കൈവെക്കാൻ പറയുന്നു. ടോഡ് ഒന്നും മടിക്കുമ്പോൾ ഡെറിക്ക് പറയുകയാണ്, നീ പേടിക്കണ്ട, ഇതുകൊണ്ട് ബോഡി സ്വാപ്പ് ആകാൻ പോകുന്നില്ല. അതിനുശേഷം ആ മിഷൻ പ്രവർത്തിക്കുന്നതായിട്ട് കാണിച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതുവരെയും നിങ്ങൾ കാത്തിരിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.